ഇതേ ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാടൻ മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ഉപ്പ് പുരട്ടി മാറ്റി വെക്കുന്നുണ്ട്. കുറഞ്ഞതൊരു 3 hours എങ്കിലും വെക്കുക. പിന്നെ വേണ്ടത് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്തിരി ശർക്കര, കടുക്, ഉലുവ, പച്ചമുളക്. ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ശർക്കര എടുത്തേക്കുന്നത് പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മുടെ ഉലുവയുടെ പൊടിയും കായപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്കും അതിനകത്ത് കടുക് താളിക്കുക. ഉലുവയും കടുകൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പൊടികളും കൂടി ഇടണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം അതിനകത്ത് ഇടുന്നുണ്ട്. പൊടി ഐറ്റംസ് ഇട്ട് അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ മാങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് പുളി നോക്കിയിട്ട് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക. അടിപൊളിയായിട്ടുള്ളൊരു മാങ്ങാച്ചാർ റെഡിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.